ഡീടോക്സിഫിക്കേഷൻ. അതിൽ നമ്മൾ എന്തുണ്ട്, നമുക്ക് ഉൽപ്പന്നങ്ങളുണ്ട് അല്ലേ, ടോക്സിൻസ്. ഇപ്പം ഞാൻ പറഞ്ഞു നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ടോക്സിൻസ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. അപ്പം എങ്ങനെയുണ്ട്, നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് ടോക്സിൻസ് ബാധിച്ചാൽ നമ്മുടെ അവയവങ്ങൾ അങ്ങനെ ഉണ്ടാവും. ഇപ്പോൾ സിഗരറ്റോ അങ്ങനത്തെ ഉള്ളതിനോ അല്ലെങ്കിൽ മദ്യം കഴിക്കുന്ന ആൾക്കാർ, അപ്പം നമ്മുടെ ഉള്ളിലുള്ള ഇന്റേണൽ ഓർഗൻസ് ടോക്സിൻസ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ പൂപ്പൽ പിടിച്ച ഒരവസ്ഥയായിരിക്കും ഉണ്ടാവുക. അതെങ്ങനെയായിരിക്കും നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലൂടെ ഇല്ലേ. നമ്മളെപ്പോഴും ഈ മിനറൽ വാട്ടർ പോലും സത്യം പറഞ്ഞാൽ നല്ലതാണെന്ന് നമുക്ക് ധൈര്യമായിട്ട് കുടിക്കാൻ പറ്റില്ല. അപ്പോൾ അതേ അവസ്ഥയിൽ നമ്മൾ ഒരുപാട് പാനീയങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഷിഗല്ല പോലത്തെ അസുഖങ്ങൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു നമ്മൾ കഴിക്കുന്ന കണ്ടാമിനേറ്റഡ് വാട്ടറിൽ നിന്നും അതുപോലെ തന്നെ ഫുഡ്, നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണവും നല്ലതാണോ? ഇപ്പം ഞാൻ ഏതോ ഒരു പ്രശസ്തമായ ഹോട്ടലിൽ നിന്ന് കുറേ ഭക്ഷണങ്ങൾ പിടിച്ചെടുത്ത് കണ്ടു. അപ്പം നമ്മളിത് തിന്നാൽ എന്താ പറയുക, നമ്മളതിനെ ഒരുപെട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം ചീത്ത ഭക്ഷണങ്ങളും എല്ലാം കൂടെ കഴിച്ച് നമ്മുടെ ആരോഗ്യം എന്താ പറയുക അത്രയും തകരാറിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയുള്ള ഭക്ഷണത്തിൽ നമുക്ക് വരും. നമ്മൾ ശ്വസിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഇരുന്ന് ശ്വസിക്കുമ്പോഴും നമുക്ക് എന്ത് വരുന്നുണ്ട്, ആ ഒരു ടോക്സിൻസ് നമ്മുടെ ഉള്ളിലേക്ക് കയറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. നമുക്ക് ടോക്സിൻസ് റിമൂവ് ചെയ്യാൻ നമുക്ക് ഒരുപാട് മാർഗങ്ങൾ നമുക്കതിൽ വരുന്നുണ്ട്. അപ്പം അതിൽ എന്താണ്, ഫാറ്റ് സോല്യൂബിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, വാട്ടർ സോല്യൂബിളായിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ കമ്പനി തന്നിട്ടുള്ള ഉൽപ്പന്നം ഏതാണ്, നമുക്ക് നമ്മുടെ ഇന്റേണൽ ഓർഗൻസിൽ പൊട്ടിപ്പിടിച്ചിരിക്കുന്ന വിഷാംശത്തിനെ പുറന്തള്ളാൻ വേണ്ടി നമുക്ക് കമ്പനി തന്നിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ ഡെയിലി ഡിറ്റോക്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിലെന്തൊക്കെയുണ്ട്, നെല്ലിക്കയുണ്ട്, നിലവേപ്പ്, പുനർനവ, നിർമാതളം, നിർമ്മരുത്, കുറുന്തോട്ടി, ആര്യവേപ്പ്, തുളസി, ചിറ്റമൃത്. ശരിക്കും ഇതെന്താ പറയുക, നമ്മുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഡെയിലി ഡിറ്റോക്സ് കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് ചിലപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കിട്ടും. കാരണം ഇതിൽ കൊടുത്തിരിക്കുന്ന ഹെർബ്സ് ഒന്നിനു വേണ്ടി മാത്രമുള്ളതല്ല, എല്ലാം എന്താണ് പല പല ബുദ്ധിമുട്ടുകൾക്ക് നമുക്ക് പരിഹാരം കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് നമുക്കതിൽ വന്നിട്ടുള്ളത് എന്നാണ്. അപ്പൊ അതിൽ നമുക്കറിയാം നമ്മുടെ ഓർഗൻസ് എങ്ങനെയാണ് ഡീടോക്സിഫൈ ചെയ്യാം. നമുക്ക് സ്കിന്നിലൂടെ, കിഡ്നിയിലൂടെ, നമ്മുടെ ഇൻറ്റസ്റ്റൈനിലുള്ളതിൽ, ലിവറിൽ, ലങ്സിൽ, ഇങ്ങനെയൊക്കെ ഉള്ള നമ്മുടെ ഉള്ളിലുള്ള വിഷാംശത്തിനെ പുറന്തള്ളാൻ വേണ്ടി നമ്മുടെ ഡെയിലി ഡിറ്റോക്സ് നമ്മളെ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിൽ നമുക്കറിയാം 60 വെജ് ക്യാപ്സ്യൂൾസ് ആണ് നമുക്ക് ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ നോക്കിയാൽ മതി, നിലവേപ്പ്, കുറുന്തോട്ടിയൊക്കെ എന്താ ചെയ്യുന്നത്, നമ്മുടെ ലിവർ ഫംഗ്ഷൻ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. നമ്മൾ എപ്പോഴും ഒരു ആൽക്കഹോളിക് ആയിട്ടുള്ള ആളുണ്ടെങ്കിൽ, അല്ലെ എപ്പോഴും ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്ന ആളുകൾ നമുക്ക് എന്തുണ്ട്, നമുക്ക് ആ ബുദ്ധിമുട്ട് നമ്മുടെ ടോക്സിൻസ് അടിഞ്ഞു കൂടുന്നതിന്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ ലിവർ ക്ലിയർ ചെയ്യാൻ, ലിവറിലെ ടോക്സിൻസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നതാണ് നമ്മുടെ നിലവേപ്പ്, കുറുന്തോട്ടി എന്ന് പറയുന്നത്. അതേപോലെ നമ്മുടെ സ്റ്റൊമക്കിന്റെ ലൈനിങ്സിന്, നമ്മുടെ സ്റ്റൊമക്കിൽ എന്തുണ്ട്, നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ ഓരോ ലൈനിങ്സ് ഉണ്ടാവും. അപ്പൊ ആ ലൈനിങ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്, ക്ലിയർ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ബോഡിയിൽ വരുന്ന ഓവറായിട്ട് വരുന്ന ഷുഗറിനെ പുറന്തള്ളാൻ വേണ്ടി ആര് സഹായിക്കുന്നുണ്ട്, ആ പറയുന്ന 3 ഹെർബ്സ് നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പൊ നിലവേപ്പ് സ്വാഭാവികമായിട്ട് ഒരു ആന്റി ബാക്ടീരിയൽ കർമ്മമാണ്. നമുക്ക് ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കും. കുറുന്തോട്ടി കരളിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നുണ്ട്. വേപ്പാണ് അതിൽ എന്ത് ചെയ്യുന്നത്, നമ്മുടെ രക്തത്തിലെ ഷുഗറിന്റെ അളവ്. ഞാൻ പറഞ്ഞു 3 ഇൻഗ്രീഡിയൻസ്, 3 തരം പ്രവർത്തനങ്ങൾ അറ്റ് എ ടൈം നമ്മൾ ഒരു ക്യാപ്സ്യൂൾ കഴിക്കുന്നത് വഴി നമുക്ക് കിട്ടുന്ന റിസൾട്ടുകളാണ് അവിടെ പറയുന്നത്. അപ്പൊ എന്താണ് നമ്മുടെ കിഡ്നി ഫംഗ്ഷൻ, തഴുതാമ്യം, നിർമാതളത്തിലുള്ളത് കൊണ്ട് അല്ല ഒരു മൂത്രളമായിട്ടുള്ള കർമ്മമാണ് അത് ചെയ്യുന്നത്. അപ്പൊ എന്താ, നമ്മളെ മൂത്രത്തിന്റെ അളവ് കൂട്ടിക്കൊണ്ട് നമ്മളെ കിഡ്നീനെ ക്ലിയർ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന, കിഡ്നിയിലുള്ള ടോക്സിൻസ് നമ്മൾ അതിലേക്കൂടെ പുറത്തേക്ക് കളയാൻ വേണ്ടി സഹായിക്കുന്നതാണ് ആ 2 ഇൻഗ്രീഡിയൻസ് നമ്മളെ സഹായിക്കുന്നത്. അതുപോലെ തുളസി, വേപ്പ്, നെല്ലിക്ക, കുറുന്തോട്ടി നമ്മുടെ മൈൻഡിനെ ഒന്ന് കാമാക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. നമുക്ക് ഒരു ശാന്തമായിട്ടുള്ളൊരു മനസ്സ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ബ്രെയിനിലാണ് അത് ആക്ട് ചെയ്യുന്നത്. അതുപോലെ നീർമരുന്നും തുളസിയും ചിറ്റമൃതും വരുന്നത് നമ്മുടെ കാർഡിയാക് മസിൽസിനെ ഡീടോക്സിഫൈ ചെയ്തുകൊണ്ട് നമ്മുടെ കാർഡിയാക് മസിൽസിനെ സ്ട്രെങ്തനിങ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ചിറ്റമൃത് നമുക്കറിയാം നമ്മുടെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ചിറ്റമൃത് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഒരു ഡെയിലി ഡിറ്റോക്സിനുള്ള പ്രൊഡക്റ്റ് കഴിക്കുമ്പോൾ നമുക്ക് അതിലേക്കൂടെ ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിൽ മാറ്റം വരുന്നതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഒരു ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നത്. ഇനി ഇതിൽ വരുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ, വേപ്പ്, നെല്ലിക്ക, തുളസി, അത് കണ്ടിട്ട് നമ്മുടെ പാൻക്രാസിൽ വരുന്ന ഇൻസുലിനെ സെക്രേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻസ് കൂടിയാണ് അതിൽ വരുന്നത്. ഇനി നമുക്ക് എന്തുണ്ട്, ഡീടോക്സിഫിക്കേഷൻ ചെയ്യുന്നത് വഴി നമുക്ക് ഇമ്മ്യൂണിറ്റി കൂടും. നമ്മളിപ്പോൾ ഒരുപാട് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യണമെന്ന് പറയാം. അതിലൊരു കാരണം എന്താണ്, നമ്മുടെ ഉള്ളിലുള്ള വിഷാംശത്തിനെ പുറന്തള്ളുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂടാൻ സഹായിക്കുന്നുണ്ട്. ഒരുപാട് ബാക്ടീരിയസും വൈറസും നമുക്ക് പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട് എന്നതാണ്. അപ്പൊ എന്താണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം ഡൗൺ ആവാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ട്രെസ്, അല്ലേ, ഇതില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ, ടെൻഷൻ, ഒന്നെങ്കിൽ നമ്മുടെ
പൈസയുടെ പ്രശ്നമായിരിക്കാം, നമ്മുടെ വീട്ടിലുള്ള ഫാമിലിയുടെ ചുറ്റുപാടായിരിക്കാം. അങ്ങനെ പല പല പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് പോലെ എന്താണ് ടെൻഷനാണ്. ചിലപ്പോൾ ഒരു അംഗൻവാടിയിൽ പോകുന്ന കുട്ടിക്ക് ഉണ്ടാവുന്നത് ടെൻഷൻ, മടിയുടെ കുട്ടികൾക്കൊക്കെ അതൊരു ടെൻഷൻ. അപ്പൊ നമ്മുടെ ഈ ക്രോണിക് ആയിട്ടുള്ള സ്ട്രെസ് നമ്മൾ എന്താക്കുന്നുണ്ട്, നമ്മുടെ ഇമ്മ്യൂണിറ്റി ലോ ആക്കി കൊണ്ടുവരുന്നുണ്ട്. അതേപോലെ എന്താണ് ജങ്ക് ഫുഡ്സ് ആൻഡ് പ്രോസസ്ഡ് ഫുഡ്സ്. ഇതല്ലാണ്ട് നമ്മളെ മക്കളിൽ നിന്ന് വേറെ ഭക്ഷണം കഴിക്കുമോ? നിങ്ങൾ സ്കൂൾ വിട്ട് വരുമ്പോൾ പണ്ടൊക്കെ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത് എന്താ, ചോറ് നല്ലതല്ലെങ്കിൽ പോലും ചോറും കറിയൊക്കെ നമ്മൾ 4 മണിക്ക് വന്ന് അത് കഴിച്ചാൽ കഴിച്ച കളിക്കാനൊക്കെ നമ്മൾ പോവാം. ഇപ്പൊ അവർ വരുമ്പോഴത്തേക്കും നമ്മൾ മാഗിയോ അല്ലെ, നമ്മൾ നൂഡിൽസ് ഐറ്റംസ്, അങ്ങനെ പാസ്ത, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ മക്കൾക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കി വെക്കുകയോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രോസസ്ഡ് ഫുഡ് കഴിക്കുന്നതിന്റെ ഭാഗമായിട്ടും അതേപോലെ നമുക്ക് കുറേ മെഡിസിൻ എടുക്കുന്ന ആളുകളുണ്ട്. ഞാൻ ചില വീടുകളിൽ പോകുമ്പോൾ 12 ഗുളികയൊക്കെ ഒരു ദിവസം കഴിക്കുന്ന ആൾക്കാരുണ്ട്, 12 എണ്ണം ഒരു നേരം കഴിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ ഓട്ടോമാറ്റിക്കായിട്ടും ഈ മെഡിസിൻ കഴിക്കുമ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞു വരികയാണ് നമ്മൾ ചെയ്യുന്നത്. അതേപോലെ നമ്മൾ ഡ്രിങ്കിങ് ആൻഡ് സ്മോക്കിംഗ്, ഇതെന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ ഓരോ ദിവസവും നമ്മുടെ ഇഞ്ചിഞ്ചായിട്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി ഇല്ലാണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് നമുക്ക് ചെയ്യുന്നത്. അതേപോലെ വരുന്നതാണ് പൊല്യൂട്ടഡ് ആയിട്ടുള്ള എൻവയോൺമെന്റ്. നമ്മളിത് ജീവിക്കുന്നത് തന്നെ നമ്മുടെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള എൻവയോൺമെന്റ് തന്നെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയും വാഹനങ്ങളുടെ എണ്ണം കൂടി. പണ്ട് ഒരു വീട്ടിൽ ഒരു കാറ് എന്നുള്ളതൊക്കെ മാറി ചിലപ്പോൾ ഭാര്യക്കും ഭർത്താവിനും കാറുണ്ട്, ഭാര്യക്കും ഭർത്താവിനും 2 വീലർ, ഒരു വീട്ടിൽ 4, 5 വണ്ടികളുള്ള വീടുകളായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു എൻവയോൺമെന്റിൽ താമസിക്കുമ്പോൾ മാറ്റം വരും. ഇൻആഡിക്വേറ്റ് സ്ലീപ്പ്, ഇതാണ് ഇന്നത്തെ മെയിൻ കാര്യം. ഇന്നലെ രാത്രി എത്ര മണിക്കായിരിക്കും എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടാവുക? പണ്ടൊക്കെ 10 മണി അല്ലേ. പണ്ട് കറണ്ടില്ല, വെളിച്ചമില്ല, ടി വി ഇല്ല, ഫോണില്ല. 7 മണി 8 മണിയാകുമ്പോൾ എല്ലാവരും കിടന്നുറങ്ങും, നല്ല ആരോഗ്യത്തോടു കൂടി വ്യത്യാസം പോയിട്ട് ജോലിക്ക് പോകും. ഇന്ന് കിടന്നാലോ 12, 1 മണി വരെ സ്റ്റാറ്റസ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് ഇതെല്ലാം നോക്കി എല്ലാവർക്കും റിപ്ലൈയും കൊടുത്തില്ലേ. ആ സ്റ്റാറ്റസ് നോക്കാണ്ട് ഒരാൾക്കും ഉറക്കം വരില്ല. അയാളെന്തായി, ഇവരെന്തായി, എവിടെ പോയി, ഇതൊക്കെ കാണിക്കാൻ നമുക്ക് എന്ത് വേണം, നമ്മുടെ സ്റ്റാറ്റസ് നോക്കണം. ഇപ്പൊ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഒക്കെ നോക്കി വരുമ്പോഴത്തേക്കും 12 മണി 1 മണി ആയിട്ട് നമ്മൾ അറിയൂല, ഉറക്കം പോവും. പിന്നെ എപ്പോഴോ ഒന്ന് ഉറങ്ങിപ്പോവും, രാവിലെ നമ്മൾ ചാടി പിടിച്ച് എഴുന്നേക്കും. അപ്പോഴേ നമ്മുടെ ഇമ്മ്യൂണിറ്റി പകുതി പോയി, നമുക്ക് ബിപിയും ഇതൊക്കെ എപ്പോൾ വന്നെന്ന് ചോദിച്ചാൽ മതി. പിന്നെന്താണ് ഇനാക്റ്റീവ് ആയിട്ടുള്ള പീപ്പിൾ, എപ്പോഴും ഏത് നേരവും ഭക്ഷണം ഇങ്ങനെ ജീവിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മുടെ ബാംഗ്ലൂരൊക്കെ ജോലിക്കൊക്കെ നമ്മുടെ മക്കളെ അയക്കും. അപ്പൊ അവരുടെ ലൈഫ് സ്റ്റൈൽ എന്തായിരിക്കും, ഒരു സെഡൻഡറി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ആയിരിക്കും. അവര് എന്താ പറയുക, ബർഗറും പിസയും ഇതൊക്കെ കഴിച്ച് സാൻഡ്വിച്ചൊക്കെ കഴിച്ച് വന്ന് ചിലപ്പോൾ ബോധം കെട്ട് കിടക്കുമായിരിക്കും. അവരുടെ ഡ്രസ്സ് പോലും ഊരാനല്ല ചിലപ്പോൾ. ആ രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഭക്ഷണം ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കുക, ഒരു തരത്തിലുള്ള ശാരീരികമായിട്ടുള്ള അധ്വാനം ഇല്ലാത്ത രീതിയിൽ. അതേപോലെ ആയി മാറുന്നുണ്ട് എന്ത്, നമ്മുടെ MR ലൈഫ് സ്റ്റൈലുള്ള ആൾക്കാരെ കണ്ടാലും അങ്ങനെ പറയാൻ തോന്നരുത്. കാരണം എന്താ, നമ്മൾ കുറച്ച് കാലം വർക്കിന് പോവാ, നമ്മൾ നല്ല ഫുഡ് കഴിക്കുക, അത് നമുക്ക് എന്ത് വരുന്നുണ്ട്, ഓട്ടോമാറ്റിക്കായിട്ടും നമുക്ക് വയറ് കൂടി വരുന്നു. കാരണം എന്താണ്, നമ്മൾ കഴിച്ച ഭക്ഷണം നമുക്കറിയാം. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു, ഡ്രൈവർമാർ, ആശാരിപ്പണി എടുക്കുന്ന ആൾക്കാർ, ഇങ്ങനെ പല ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും കൂടുതൽ വയറുണ്ടാവുക. അപ്പൊ എന്തുകൊണ്ടാ, അത് നമ്മൾ ഒരിക്കലും ഭക്ഷണം കഴിച്ച് നമ്മൾ കുറച്ച് നേരം നമ്മൾ നിൽക്കുന്ന ജോലിയാണ്, വലിയ കുഴപ്പമില്ല. നമ്മൾ പോയ പാടെ ഇരിക്കുക ചെയ്യുക. അപ്പൊ എന്താ, ഈ ഭക്ഷണത്തിന് ഒന്നും ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിൽ നമ്മൾ ആ ഒരു വയറ് നമുക്ക് ചാടി വരികയാണ് ചെയ്യുന്നത്. അപ്പൊ ഇന്നാക്റ്റീവായിട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക്, അതുപോലെ നമ്മുടെ ടോക്സിൻസ് ബ്ലഡിൽ ഉള്ള ആൾക്കാർ, അതേപോലെ നമുക്ക് വരുന്നത് മൊബൈലിന്റെ റേഡിയേഷൻ, ഇതില്ലാണ്ട് നമുക്ക് ഇന്ന് ആർക്കും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്കടക്കം. അവറ്റുങ്ങൾ എന്തെങ്കിലും ചെയ്തോട്ടെ, എൻ്റെ ജോലി തീർക്കാൻ വേണ്ടി നമ്മളൊരു 10 മിനിറ്റോ അരമണിക്കൂറോ നമ്മൾ കൊടുക്കും. ഇപ്പൊ അതിന് അടിമകളായിട്ട് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ടെറസിന്റെ വീടിന്റെ മുകളിൽ കയറിയിട്ട് ഞാനിപ്പോ ചാടുന്ന് പറഞ്ഞ ഭീഷണി വരെ മുടക്കുന്ന അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് സാഹചര്യങ്ങൾ നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ കുറച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ അതിനെന്ത് വരുന്നുണ്ട്, കൂടുതലായിട്ട് വരുന്ന ടോക്സിൻസും നമ്മുടെ ഇമ്മ്യൂണിറ്റി നമുക്ക് കുറയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഓരോ നിമിഷവും നമ്മൾ ബ്രീത്ത് എടുക്കുമ്പോൾ മില്യൺസ് ഓഫ് ബാക്ടീരിയാസിലെ നമ്മുടെ ഉള്ളിലേക്ക് ജേംസും വൈറസൊക്കെ ഇങ്ങനെ കയറിക്കൊണ്ടേ ഇരിക്കുക ചെയ്യുന്നത്. അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് നമ്മുടെ ബോഡിയിലെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞു പോകുന്നുണ്ട്. പിന്നെന്താ, നമ്മുടെ ഡെയിലി ടോക്സ് കഴിക്കുമ്പോൾ നമ്മുടെ എൻഡോക്രൈൻ ഗ്ലാൻസ്, നമുക്കറിയാം നമ്മുടെ ഹോർമോണുകൾ ഉത്പാദിപ്പിക്കുന്ന ഗ്ലാൻസുകളാണ് എൻഡോക്രൈൻ ഗ്ലാൻസ്. ഇപ്പൊ ഹൈപ്പോതലാമസ് ആയിക്കോട്ടെ, അതുപോലെ നമ്മുടെ തൈറോയ്ഡ് വരുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് എന്തുണ്ട്, ഹോർമോൺസിന്. അപ്പൊ എൻഡോക്രൈൻ ഗ്ലാൻസിൽ അത് ആക്ട് ചെയ്തുകൊണ്ട് നമുക്ക് നല്ല രീതിയിലുള്ളൊരു ഇത് സംഭവിക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ മെറ്റബോളിസം എന്താണെന്ന് അറിയോ? മെറ്റബോളിസം നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്, മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യുന്നു. മെറ്റബോളിസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിക്കുന്നു.
വിഘടിപ്പിച്ചുകൊണ്ട് അതിനെ ഊർജ്ജമായിട്ടും എല്ലാം കൺവേർട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഒരു പ്രോസസ്സിംഗ് ആണ്. ഈ പ്രോസസ്സിംഗ് എവിടെ വരെ ഉണ്ട്? നമ്മൾ കഴിച്ച ഭക്ഷണത്തിന്റെ വേസ്റ്റ് നമ്മൾ ടോയ്ലറ്റിൽ പോകുന്നത് വരെ ആ ഒരു പ്രവർത്തനം ഉണ്ട്. അപ്പോൾ ഒരു ആൾക്ക് നല്ലപോലെ മോഷൻ പോയില്ലെങ്കിൽ, ഇപ്പൊ നമ്മൾ ഇന്ന് കഴിച്ച ഭക്ഷണം നാളെ രാവിലെ നമുക്ക് കൃത്യമായിട്ട് പോയില്ലെങ്കിൽ നമ്മുടെ മെറ്റബോളിസം ലോ ആണ്. കാരണം നമ്മുടെ ഉള്ളിൽ ആ കറക്റ്റായിട്ട് പ്രവർത്തനം നടക്കാത്തതിന്റെ ഭാഗമായിട്ട് നമുക്ക് അത് സംഭവിക്കാതെ നമ്മൾ എന്ത് ഫുഡ് കഴിച്ചാലും അതിനെ പല ഭാഗങ്ങളാക്കി പല ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അതിന് വേണ്ട രീതിയിൽ അതിനെടുക്കാൻ സാധിക്കണം. അപ്പൊ ആ ഒരു പ്രൊസീജിയറിനെ നമ്മൾ എന്ത് പറഞ്ഞത്? മെറ്റബോളിസം എന്ന് പറഞ്ഞു. ഈ പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും മെറ്റബോളിസം കൂടിയ ആൾ ഏതായിരിക്കും ഇതിൽ? മെറ്റബോളിസം കൂടിയ ആള് തടിച്ച ആളാണോ മെലിഞ്ഞ ആളാണ്? മെലിഞ്ഞ ആളുകളായിരിക്കും. ചില ആളുകൾ എത്ര ഭക്ഷണം കഴിച്ചാലും മീറ്ററിൽ കാണിക്കാത്ത പോലെ ഇങ്ങനെ ഉണ്ടാവും. നമ്മളെക്കാണെങ്കിൽ ഇരട്ടി ഭക്ഷണം ചിലപ്പോൾ കഴിക്കുന്നുണ്ടാവും. പക്ഷെ ചെറിയ ആളെന്ന് പറയാം പച്ചവെള്ളം കുടിച്ചാലും ഞാൻ തടിക്കുന്നുണ്ട്, എന്നിട്ട് എന്തെങ്കിലും പട്ടിണി കിടക്കും, എന്നാലും മെലിയോ ഇല്ല. അപ്പം മെലിയണമെങ്കിൽ എന്ത് വേണം? മെറ്റബോളിസം കൂടണം. മെറ്റബോളിസം കൂടണമെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്യണം. അതേപോലെ നമ്മൾ ഈ ഡെയിലി ഡിറ്റോക്സ് പോലത്തെ സംഭവങ്ങൾ കഴിക്കുമ്പോൾ നമ്മുടെ ഇന്റേണൽ ഓർഗൻസിലുള്ള വിഷാംശത്തിന് പുറന്തള്ളുമ്പോൾ അത് തന്നെ ഒന്ന് ആക്റ്റീവായിട്ടിരിക്കും. ഒരു ചുറുചുറുക്കോടുകൂടി തുള്ളിച്ചാടി നടക്കുന്ന നമ്മളില്ലേ നമുക്ക് വേണ്ടത്? എപ്പോഴും ആകെ തൂങ്ങി നടന്ന അയ്യോ എനിക്ക് വയ്യേ അയ്യോ, ഇതിങ്ങനെ ഭാര്യയായാലും ഭർത്താവായാലും സ്ഥിരം വീട്ടിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരു ചോദ്യോ സമാധാനം ഉണ്ടാവുമോ? ഇല്ല. അപ്പൊ നമ്മൾ എപ്പോഴും എന്തായിരിക്കണം? പണ്ട് 15 വയസ്സിൽ നമ്മൾ എങ്ങനെയാണോ അതേ ഒരു സ്മാർട്ടോട് കൂടി നമുക്ക് ചുറുചുറുക്കോട് കൂടി നടക്കാൻ പറ്റുന്ന ആളാവണമെങ്കിൽ നമ്മുടെ മെറ്റബോളിസം കൂടുന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ എത്രയോ ആളുകളുണ്ടല്ലേ, നമ്മൾ എത്ര ഭക്ഷണം കഴിച്ചാൽ അവരെന്താ വിചാരിക്കുന്നത്? എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ അവരങ്ങനെ അഹങ്കരിക്കൊന്നും വേണ്ട. ഈ കഴിച്ചതിന്റെ സാധനങ്ങളൊക്കെ എന്തുണ്ടാവും? വിസറൽ ഫാറ്റായിട്ട് കാണാണ്ട് ഉള്ളിൽ കെട്ടിക്കിടക്കുന്നുണ്ടാവുന്നതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പൊ അതിന് പിന്നെ നമ്മൾ എന്താണ് നമ്മുടെ മെറ്റബോളിസം കുറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതന്നെയാണ്. നമുക്ക് ലോ കലോറി ഡയറ്റാണ്. കറക്റ്റായിട്ട് നമ്മൾ ഡയറ്റ് എടുക്കുന്ന ഒരാൾക്ക് അത് കൂട്ടാൻ വേണ്ടി പറ്റും. അതിനാണ് ഡോക്ടേഴ്സ് നമ്മൾ ഡയറ്റ് പ്ലാൻ ചെയ്യണം എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? രാവിലെ തന്നെ 5 കഷ്ണം പുട്ട്, 5 ദോശ, 6 ഇഡലി, 5 ചപ്പാത്തി അല്ലെങ്കിൽ 10 ചപ്പാത്തി, ഇതൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ ഡയറ്റിങ് അവിടെ നടക്കുന്നത്. അതുപോലെ തന്നെ ഉറക്കം കുറഞ്ഞാലും മെറ്റബോളിസം കംപ്ലീറ്റ് തകരാറിലാവും. അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ടതാ, നമ്മൾ എന്ത് ഭക്ഷണം കഴിച്ചിട്ടും കാര്യമില്ല. ഇത് നമ്മുടെ ശരീരത്തിന് അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി വേണം. അത് ഒരുപാട് ഘടകങ്ങളുണ്ട്. അത് ഓരോ പ്രൊഡക്റ്റ് വരുമ്പോൾ ഞാൻ മെല്ലെ മെല്ലെ പറഞ്ഞുതരാം. അതേപോലെ നമുക്ക് സ്ട്രെസ് വന്നാലും മതി, നമ്മുടെ മെറ്റബോളിസം ഓട്ടോമാറ്റിക്കായിട്ട് കുറഞ്ഞു വരും. പിന്നെ ജങ്ക് ഫുഡ്സ് ഇതെങ്ങനെ നമ്മൾ കഴിക്കുന്നുള്ളൂ അല്ലേ? വർക്കിന് പോയി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ചിലപ്പോൾ നമ്മൾ പുറത്തുനിന്നായിരിക്കും, വൈകുന്നേരം പുറത്തുനിന്നായിരിക്കും, രാത്രി ചിലപ്പോൾ പുറത്തുനിന്നായിരിക്കും. 3 നേരം നല്ല മൃഷ്ടാന ഭോജനം, ഒരു പണിയുമില്ല. എന്താ പണി? പോവുക, വർക്ക് പ്ലാൻ കൊടുക്കുക. ഇതാണ് നമ്മുടെ ശാരീരികമായിട്ടുള്ള അധ്വാനം. വല്ലതുണ്ടോ? അവിടെ കുറച്ച് എനർജി മാത്രമേ പോകുന്നുള്ളൂ. ഓരോ അധ്വാനം നമുക്ക് അവിടെ വരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ ആക്ടിവിറ്റി ലെവൽ എന്ത് ചെയ്യണം? നമ്മളത് കൂട്ടണം. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പൂച്ചനെ കണ്ടിട്ടുണ്ടോ? പൂച്ച എവിടെ കിടന്ന് ഒരു 5 മിനിറ്റ് ഉറങ്ങിയാലും പൂച്ച ഇങ്ങനെ അങ്ങോട്ട് പോകും. കണ്ടിട്ടോ? അതെന്തിനു വേണ്ടിയിട്ടാണ്? അത് സ്ട്രെച്ച് ചെയ്യാൻ, അത് ഫ്ലെക്സിബിൾ ആണ്. എങ്ങനെ വീണാലും 4 കാലം പൂച്ചനെ പറഞ്ഞത് എന്തുകൊണ്ടാ? പൂച്ചക്ക് അത്രയും ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അതുണ്ടാവില്ലേ? പക്ഷെ ഇവിടെ ഇരിക്കുന്ന പല ആളുകളുടെയും കൈയും കാലൊക്കെ ചിലപ്പോൾ മഴക്കാലത്തെ ഡോറ് പോലെ ആയിരിക്കും. ഒന്ന് പോക്കിയാൽ ഒച്ച ചിലപ്പോൾ. കാരണം എന്തുകൊണ്ടാ? ഇതൊന്നും പ്രവർത്തിക്കുന്നില്ല. ഇതിപ്പോ അരിയിടിക്കാനുണ്ടോ, അടിച്ചറക്കാനുണ്ടോ, വെള്ളം കോരാനുണ്ടോ? ഒന്നുമില്ല. എല്ലാം എവിടെ മതി? ഈ ഒരു വിരൽ മതി. അപ്പൊ ആരാണ് മോശമായിക്കൊണ്ടിരിക്കുന്നത്? നമ്മൾ നമ്മുടെ തന്നെ കയ്യിലുള്ള പൈസ കൊണ്ടില്ലേ കടിക്കുന്ന പട്ടിയെ മേടിക്കാമെന്ന അവസ്ഥയാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ വീട്ടില് മക്കളോട് അല്ലെ പെൺകുട്ടികളുണ്ടാവും, പക്ഷെ ഒന്ന് മുറ്റടിച്ച് വാഴുമെന്ന് പറഞ്ഞാൽ അവരെ അടിച്ചു വാരുമോ, വൃത്തിയാക്കുമോ? ഇല്ല. കാരണം എന്താ? പഠിക്കാനുണ്ട്, ട്യൂഷനുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റി ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ നമ്മളെല്ലാവരും ബിസിയാണ്. ഇനി എന്തുണ്ടാവും? ചിലപ്പോൾ ഏതെങ്കിലും ഒരു വീട്ടു ജോലിക്ക് ഒരു ചേച്ചി വരുന്നുണ്ടാവും. അപ്പോൾ നമ്മളെന്താ? സേഫാ. നമ്മളെ കയ്യിൽ എന്തുണ്ട്? പൈസ ഉണ്ട്. ഈ പൈസ ഉണ്ടായതിനെ കൊണ്ടൊന്നും ഒരു കാര്യമില്ല. എന്ത് വേണം? ആരോഗ്യം. ഇതുണ്ടെങ്കിൽ മാത്രമേ എന്തുള്ളൂ? ഈ പൈസ കൊണ്ട് നമുക്ക് കാര്യമില്ല. കാരണം വെച്ചാൽ ഒരു ക്യാൻസർ വന്നു, കോടികൾ നമ്മുടെ അക്കൗണ്ടിൽ കാര്യമുണ്ടോ? രക്ഷപ്പെട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ല. ആ കോടികൾ കംപ്ലീറ്റ് തീരുകയും ചെയ്യും. നമ്മുടെ ഭാഗ്യമോ അല്ലെങ്കിൽ ഭർത്താവോ മക്കളോ എന്താവും? ആരും ഇല്ലാത്ത അവസ്ഥയിലേക്കോ. അപ്പൊ അങ്ങനെ വരുന്നതിനേക്കാൾ നല്ലത് എന്താണ്? നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറ്റാൻ വേണ്ടി നോക്കുക. നമ്മൾ അത് ഓരോന്നുള്ള ഞാൻ പോകെ പറഞ്ഞുതരാം. അപ്പൊ അങ്ങനെ നമ്മുടെ ആക്ടിവിറ്റി ലെവൽ എത്രത്തോളം കുറയുന്നോ, നമ്മൾ മടിയന്മാരും നമ്മുടെ ജോയിൻസ് ഒക്കെ ശരിക്കും നമ്മൾ രാവിലെ കട്ടുമെന്ന് എഴുന്നേറ്റാൽ ഉടനെ ചെയ്യണം. ചിലപ്പോൾ ബാലൻസിന്റെ പ്രശ്നം ആൾക്കാരൊക്കെ
ഇതാ പിടിച്ചോന്ന് പറഞ്ഞാൽ ചിലപ്പോൾ താഴെ കിടക്കും. മെല്ലെ ഒന്ന് നിന്ന് സ്റ്റേബിൾ ആയതിനു ശേഷം ഒന്ന് കൈ മുകളിലേക്ക് ഒന്ന് സൈഡിലേക്ക് 2 റൊട്ടേഷനൊക്കെ നമുക്ക് ദോശ കൊടുക്കുമ്പോഴൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ പലപ്പോഴും അടുക്കളയാണ് ചെയ്യുക. അപ്പം ഞാൻ വിചാരിക്കും അച്ഛൻ വിചാരിക്കും ഇവർക്ക് ഭർത്താവിൻ്റെ അച്ഛൻ വീട്ടിലുണ്ട്. അപ്പം ഞാൻ ഈ കൈയൊക്കെ കറക്കുന്നതൊക്കെ ചെയ്ത് ഞാൻ ചിലപ്പോൾ സ്കോട്ടൊക്കെ അടിക്കുന്നത്. ഞാൻ അവിടെ അടുക്കളയിൽ നിന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ എഴുന്നേൽക്കും. കാരണം നമ്മുടെ മസിൽസ് എന്തായിരിക്കണം, സ്ട്രോങ് ആയിരിക്കണം. അപ്പം അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളായിട്ട് മെല്ലെ മെല്ലെ പറഞ്ഞുതരാം. ഓവർ ഈറ്റിംഗ് ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്താ സംഭവിക്കുക, നമ്മുടെ മെറ്റബോളിസം കുറയാം. നിങ്ങൾ വേണ്ടിയിട്ടാണോ ഈ ഭക്ഷണം കഴിക്കുന്നത്? രാവിലെ നമ്മൾ ചിലപ്പോൾ ദോശയോ ഇഡലിയൊക്കെ നല്ലോണം കഴിച്ചു 11 മണിയാകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കാര്യം തന്നെ എടുക്കാം. വർക്കിന് പോകുന്ന ഒരാൾ പറയും വാ നമുക്ക് ചായ കുടിക്കാം. ഓ റെഡി. വിശന്നിട്ടാണോ? അല്ല. ചിലപ്പോൾ ചായ വേണ്ടി പോലും വരില്ല. എന്നൊരു വീട്ടിൽ കയറി ചായ കുടിക്കുക ഒരിക്കലും വേണ്ട എന്ന് പറയില്ല, കിട്ടിയ കുടിച്ചു. അപ്പൊ എന്താ, അത് ഓവർ ഈറ്റിംഗ് ആണ്. നമ്മൾ ഈ കഴിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഉള്ളിലുള്ള എന്താ പറയുക അവയവങ്ങൾ ഇങ്ങനെ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുക. ഒരിക്കലും നമ്മളത് വേണ്ട എന്ന് പറയില്ല. അതാണ് അതിൽ വരുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ശരിക്കും നമ്മളാണ് ഇത്രയും ഭക്ഷണം കഴിക്കേണ്ട ആളുകൾ അല്ലേ? ഇപ്പൊ സോമകുമാർ സാറിനെയും ശൈലേഷ് സാറിനെയും ഒക്കെ പോലത്തെ ആളുകൾ അത്രയും ലെവലിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. അപ്പൊ അവർക്ക് എന്താണ് ഓരോ വിസിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ ആരെയും കുറ്റം പറയില്ല കേട്ടോ. നമ്മൾ പൈസ ഉണ്ട്, നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട്. ഒരു മോഡൽ കയറി കഴിഞ്ഞാൽ എന്താ മേടിക്കുക? ഒരു സാധാരണ കൂലിപ്പണി എടുക്കുന്ന ഒരു ബംഗാളി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ബംഗാളി ആർക്കെങ്കിലും കൊടവര് കാണിച്ചാൽ നിങ്ങൾക്ക് പറ്റും. എന്തുകൊണ്ടാണ്? അവർ ആ കഴിക്കുന്നതിൻ്റെ അധ്വാനം അവരവിടെ ചെയ്യുന്നുണ്ട്. അവരെന്തായാലും കഴിക്കുക കൂടുതൽ പൊട്ടറ്റോ ആണ്. അത് കൂടാണ്ട് ഇപ്പം അവർ എന്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി പണിയെടുക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരു സാധാരണ കൂലിപ്പണിക്കാരൻ അയാളുടെ കയ്യിൽ എന്തില്ല, പൈസ ഇല്ല. ഈ ഭക്ഷണം കഴിക്കുന്ന പൈസ കൂടെ ചിലപ്പോൾ ലാഭിച്ച് കുടുംബത്തിലേക്ക് എടുക്കാൻ നോക്കും. അപ്പം അയാൾ കഴിക്കേണ്ട 8 മണിക്കൂർ അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾ കഴിക്കുക ഒരു മീൻ പൊരിച്ചത്, ഒരു ചോറ്. ചിലപ്പോൾ മീൻ പൊരിച്ചത് മേടിക്കുകയില്ല. എന്നാൽ നമ്മളെ പോലത്തെ ആളുകളോ ഒരു ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ ചിക്കൻ പൊരിച്ചത് വേറെ, ബീഫ് വേറെ, പൊരിച്ചത് വേറെ, 5 6 മേടിച്ച ദിവസമൊക്കെ. അപ്പോൾ ഇതെന്താവും? ഇത് ദഹിപ്പിക്കാൻ നമ്മുടെ ശരീരത്തിൽ വല്ല സംവിധാനം ഉണ്ടോ? ഇല്ല. നമ്മൾ ചെയ്യുന്ന ജോലി എന്താ? സംസാരിക്കും. അപ്പോൾ എനർജി മാത്രമേ പോകുള്ളൂ. ഈ കഴിച്ച ഭക്ഷണം എന്തുണ്ട്, നമുക്ക് അവിടെ ഓവർലോഡായിട്ട് കിടക്കുക. അപ്പോൾ ആരാണ് ശരിക്കും കഴിക്കേണ്ട ആളുകൾ? അധ്വാനിക്കുന്ന ആളുകൾ. അവർ കഴിക്കുന്നില്ല, നമ്മൾ കഴിക്കുന്നു. നമ്മുടെ കയ്യിലെ പൈസ കൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുക. അതാണ് സത്യം പറഞ്ഞാൽ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ വരുന്ന അവസ്ഥയിൽ നമ്മുടെ വെയിറ്റ് ഗെയിൻ ഉണ്ടാവും, നമ്മുടെ എനർജി കുറയും, ഇമ്മ്യൂണിറ്റി കുറയും, ഇറഗുലർ പീരീഡ്സ്. ഇന്ന് വരുന്ന പല ആളുകളുടെയും ഇപ്പോൾ കുട്ടികൾ 15 വയസ്സിലായിക്കോട്ടെ, ഡോക്ടർ എന്താ പറയുക, നിങ്ങളൊരു PCOD-ക്കോ PCOS-നോ പോയി കഴിഞ്ഞാൽ മെഡിസിൻ അല്ല എക്സസൈസും ഡയറ്റുമാണ് പറയുക. അത് നമുക്ക് കറക്റ്റ് ആക്കാൻ വേണ്ടി. അപ്പോൾ ഭയങ്കര ക്ഷീണമായിരിക്കും. ചിലപ്പോൾ എന്തെന്നില്ലാത്ത ക്ഷീണം, രാവിലെ എഴുന്നേൽക്കാൻ ഒരു കാരണമില്ല, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ക്ഷീണം വരിക. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവും, പല ആളുകളിലും ഉണ്ടാവും. അതെന്തുകൊണ്ടാണ്? നമുക്ക് മെറ്റബോളിസം കുറയുന്നത് കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മുടെ മുടിക്ക് ഉണ്ടാകുന്ന ഡാമേജ് പ്രശ്നങ്ങൾ, ഇതൊക്കെ നമുക്കതിൽ വരുന്നുണ്ട്. പിന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ എത്ര ഭക്ഷണം കഴിച്ചാലും നമ്മുടെ ശരീരം അതിനെ ദഹിപ്പിക്കാൻ വേണ്ടി നമ്മുടെ എന്ത് ചെയ്യും, പാൻക്രിയാസ് ഗ്രന്ഥിയിലുള്ള ബീറ്റാ സെൽസ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് ബ്ലഡിൻ്റെ അളവ് കൂടിക്കൊണ്ടേയിരിക്കുക. നമ്മുടെ ഓരോ ഓർഗൻസിനും എന്ത് വേണ്ട, ഇത് വേണ്ട. അപ്പോൾ എന്തോ ബ്ലഡിൽ ഷുഗറിൻ്റെ അളവ് കൂടും. ഇത് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ആരായിട്ട് മാറും? കൂടുതലായിട്ട് വരുന്നതിന് എന്തെങ്കിലും കരടെടുത്തിട്ട് വിശ്രമ ഫാറ്റായിട്ട് കൊണ്ടുപോയി അവിടെ ഇവിടെയൊക്കെ പറ്റിച്ച് വെക്കും. നമ്മുടെ രക്തധമനിയിലൊക്കെ കൊണ്ടുപോയി സ്റ്റോക്ക് ചെയ്ത് വെക്കും. അപ്പോൾ നമുക്ക് എന്ത് വരും? അറ്റാക്ക് പോലത്തെ പ്രശ്നങ്ങൾ വരും, അതുപോലെ ഷുഗർ വരും. അപ്പോൾ ഇതെന്താണ്, നമ്മൾ കറക്റ്റായിട്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകാത്ത രീതിയിൽ നമ്മൾ ഭക്ഷണം കഴിക്കണം എന്ന് പറയും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. പിന്നെ പറയേണ്ടത് മന്ദഗതിയായിരിക്കും. ഈ ബ്രെയിൻ ഫങ്ഷനൊക്കെ ഒന്നുമില്ലാതെ കണ്ടില്ലേ, പെരുമ്പാമ്പ് ഇരവിഴിഞ്ഞ കണക്ക് നിങ്ങൾ ഇരിക്കുന്നുണ്ടാവും. ഒരു കുഴിമന്തി ഫുള്ളായിട്ട് നിന്ന് പണി ഒന്നും കൂടെ മേടിച്ചില്ല, 2 ബിരിയാണിയൊക്കെ മേടിച്ച് കല്യാണത്തിനൊക്കെ പോയ ഓസിയാണെന്ന് വിചാരിച്ച് നന്നായിട്ട് അവിടുന്ന് ബിരിയാണി കഴിച്ച്, ഇവിടുന്ന് വെള്ളയപ്പം കഴിച്ച്, അവിടുന്ന് കപ്പ കഴിച്ച്, അല്ലേ, ഇതെല്ലാം കഴിച്ച് വീണ്ടും വന്നൊരു കിടപ്പ. പാമ്പ് ഇരവിഴിഞ്ഞ കണക്ക്, അങ്ങോട്ടും തിരിയാൻ പറ്റില്ല, ഇങ്ങോട്ടും തിരിയാൻ പറ്റില്ല. ആ ഒരു അവസ്ഥയിലാണ് നമ്മളെല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെന്താവും, നമ്മളെ ബ്രെയിൻ ഫങ്ഷൻ അടക്കം കംപ്ലീറ്റ് ആയിട്ട് ഔട്ടാവുന്ന രീതിയിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മുടെ ലാക്റ്റിക് ആസിഡ് ടോളറൻസ് കുറയ്ക്കാൻ എന്ത് സഹായിക്കുന്നുണ്ട്? നമ്മുടെ ഈ ഒരു മെറ്റബോളിസം നമ്മൾ കൂടുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ടോക്സ് നമ്മൾ കഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മസിൽസിന് പിടിത്തം വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മുടെ ലാക്റ്റിക് ആസിഡ് നമ്മുടെ മസിൽസിൽ കൂടുന്ന സമയത്ത് നമുക്ക് ആ ബുദ്ധിമുട്ട് വരുന്നതാണ്. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ നേരത്തെ പറഞ്ഞ എല്ലാ ഇന്റേണൽ ഓർഗൻസിനെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇതിനൊക്കെ ഉള്ളൊരു
ഉൽപ്പന്നമാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഡെയിലി ഡിറ്റോക്സ്. നമ്മൾ എന്ത് സിഗരറ്റ് വലിച്ചാലും നമ്മുടെ ഡ്രിങ്ക്സ് കഴിച്ചാലൊക്കെ നമുക്ക് വരുന്ന മാറ്റത്തിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഉൽപ്പന്നമാണ് നമ്മൾ ഡെയിലി ഡിറ്റോക്സ്. അപ്പൊ നമ്മൾ എവിടുന്ന് തുടങ്ങണം? ഇത് കഴിക്കുന്ന എത്ര ആൾക്കാരുണ്ട് ഇവിടെ? കുറെ ആൾക്കാരുണ്ട് കേട്ടോ. പക്ഷെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ വാങ്ങിച്ച പെട്ടി കട്ടിൻ്റെ അടിയിൽ നിന്ന് പൊളിച്ചു പോയി കഴിഞ്ഞാൽ അതിലൊരു ഡെയിലി ഡിറ്റോക്സ് ഉണ്ടാവും. അപ്പൊ ഇന്ന് പോയിട്ട് എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ഉപയോഗിക്കണം. നമ്മൾ ഉപയോഗിക്കാണ്ട് അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ്റെ അടുത്ത് പോയി അയാളെ പറ്റിച്ചു എന്നുള്ള മനോഭാവത്തിൽ നമ്മൾ ഇരിക്കരുത്. നമ്മളെന്താ ചിന്തിക്കുക, അയാൾ കഴിച്ചു, പക്ഷെ എന്താ, അയാളെ ശരീരം നന്നാവും, നമ്മൾ താഴോട്ടേക്ക് പോകും. അപ്പൊ കട്ടിൻ്റെ അടിയിലെ പെട്ടിയൊക്കെ ഇന്ന് എല്ലാവരും എടുക്കണം. കൂത്തുറപ്പിലാണ് റോട്ടറിയിൽ കഴിഞ്ഞാൽ പറഞ്ഞത്, ഇപ്പൊ കൊടുക്കാൻ സാധനമുണ്ട്, ഉപയോഗിക്കാൻ മാത്രമേ സാധനമുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പൊ അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം ഉപയോഗിച്ച് നമ്മളെ ശരീരം നന്നാക്കി നമ്മളെ സെയിൽ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാം, നമ്മളെ മാർക്കറ്റ് ചെയ്യാം. നമ്മുടെ ഭംഗി കൂടുന്നത് ഇത് ഭംഗി കൂടിയില്ലേ? നിങ്ങൾ എൻ്റെ മറ്റേ അതിൽ ഞാൻ സംസാരിച്ച വീഡിയോ ഉണ്ട്, മറ്റേ ചാനലിൽ കൊടുത്ത് മാറ്റം വന്നിട്ടില്ലേ? അതാണ്. അപ്പൊ അത് എന്തുകൊണ്ടാണ്? നമ്മളെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചപ്പോൾ വന്ന മാറ്റങ്ങളാണ്. സത്യത്തിൽ ഞാൻ ഉപയോഗിച്ച് നമ്മുടെ ഡെയിലി ഡിറ്റോക്സ്, ബ്ലഡ് പ്യൂരിഫയർ ഒക്കെ എപ്പോഴാണ് കൊറോണ വന്നത്? ശരിക്കും കൊറോണ വന്ന് എല്ലാം ആദ്യം കൂട്ടിയൊരു സ്ഥാപനം എന്തായിരുന്നു? ജിമ്മ്. ഏറ്റവും ലാസ്റ്റ് സമരമൊക്കെ ചെയ്ത് തുറന്നതും ജിമ്മാണ്. കാരണം ഈ വേർപ്പുണ്ടാവും കളിക്കുമ്പോൾ. അപ്പോൾ അത് കൊറോണ പെട്ടെന്ന് പകർന്നു നോക്കുമ്പോൾ അങ്ങനെ ബുദ്ധിമുട്ട് വന്നപ്പോൾ എൻ്റെ കൂടെ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കുറേ കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ ഗുരുവായൂർ കോളേജിൽ അവിടെ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ ഇവരെന്തായി, കൊറോണ വന്ന് നിർത്തിയ സമയത്ത് കറക്റ്റ് സമയത്താണ് എനിക്ക് കൊറോണയുടെ ലോക്ക്ഡൗൺ വരുന്നതിന് തൊട്ട് മുന്നത്തെ ആഴ്ചയാണ് എനിക്ക് ഉൽപ്പന്നം കിട്ടുന്നത്. വേണ്ടിയിട്ട് വാങ്ങിയൊന്നല്ല. അതിൽ എൻ്റെ കൂടുതൽ ഒരു ആകാശങ്ങൾ പയ്യൻ സോമകുമാർ സാറിൻ്റെ ഫ്ലാറ്റിൽ സാറിന് പേഴ്സണൽ ട്രെയിനിങ് കൊടുക്കാൻ പോയിട്ട്, അന്ന് സാർ ഇങ്ങനെ ഒന്നല്ല, നല്ല മെലിഞ്ഞിട്ട് വർക്കൗട്ടൊക്കെ ചെയ്ത് സാറ് വയറൊക്കെ കുറച്ച് നല്ല ഇതായിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്തായി, അവിടെ വന്ന സമയത്ത് ഉൽപ്പന്നങ്ങൾ ആകാശപാലയുടെ ഭാഗമായിട്ട് ഞാൻ അവനെ എടുക്കുവാനും, അവൻ ഇത്തിരി ഹെൽത്ത് കോൺഷ്യസ് ആണ് ആള്. അവൻ പറയും, മിസ്സേ നല്ല ഭക്ഷണം കഴിക്കണം, കാരണം നമുക്ക് എവിടെയാണ് നേരം, നിങ്ങൾക്ക് വീട്ടിലെ പെണ്ണുങ്ങളുടെ അവസ്ഥ അറിഞ്ഞൂടെ? നമ്മൾ 2 കോഴിമുട്ട പൊരിച്ചാൽ ചിലപ്പോൾ ഒന്ന് ഭർത്താവും കൊണ്ടുപോകുന്നു, മക്കളും കൊണ്ടുപോകും, നമുക്കൊന്നും കിട്ടിയെന്ന് വരില്ല. അപ്പൊ നമ്മൾ എന്തേ നോക്കുള്ളൂ, നമ്മൾ കഴിക്കുന്നതിന് വേണ്ടിയില്ല, നമ്മളെ മക്കൾക്ക് കൊടുക്കാം, ഭർത്താവിന് കൊടുക്കാം. പക്ഷെ നമ്മളൊന്നും ചിന്തിക്കേണ്ടതുണ്ട്, ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ. എല്ലാവരും ഒരേപോലെ എന്ത് ചെയ്യണം, നമ്മൾ കഴിക്കുന്നത് അല്ലേ? സ്ത്രീകൾക്കാണ് എന്ത് വേണ്ടത്? പുരുഷന്മാരെക്കാളും പ്രോട്ടീൻസും ന്യൂട്രിയൻസും ഒക്കെ വേണ്ട സ്ത്രീകൾക്കാണ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുമ്പോൾ പുരുഷന്മാർ പിണങ്ങരുത്, നിങ്ങൾ കഴിച്ചോളൂ, അത് വേറെ കാര്യം. നിങ്ങൾക്ക് എല്ലാവരുടെ റെസ്പെക്റ്റുകളും നിങ്ങളെ ഭാര്യമാർ തരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ആകാശ് സാറിനെ ഞാൻ എന്നെ പരിചയപ്പെടുത്തുന്നത്. മിസ് ഇങ്ങനെ നല്ല പ്രൊഡക്ട്സ് ഉണ്ട്, ബ്ലഡ് പ്യൂരിഫയർ. അപ്പോൾ നമ്മൾ പ്രോട്ടീൻ പൗഡർ ഓൾറെഡി കഴിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ടോക്സിൻസ് നമുക്ക് പോകും, ബ്ലഡ് പ്യൂരിഫയർ, ഡെയിലി ടോക്സിൻ ഉണ്ട്. അപ്പോൾ ഞാൻ ആയിക്കോട്ടെ, ആ എൻ്റെ പ്രോഡക്റ്റ് ലിസ്റ്റ് പോയി ഞാനല്ല ആകാശാണ് ഇട്ടത്. ഒരു 5000 രൂപ ഞാൻ അവൻ അയച്ചു കൊടുത്തു. അവൻ പ്രൊഡക്റ്റ് എടുത്ത് സോമകുമാർ സാറിൻ്റെ വില്ലേജ് വെച്ചു, എനിക്ക് കൊണ്ടു തന്നില്ല. അതെന്തിനായിരുന്നത്? അതൊരു ട്രാപ്പായിരുന്നു ഗൈസ്, ട്രാപ്പായിരുന്നു. കാരണം സാറിൻ്റെ ഇടയ്ക്ക് എത്തിച്ച് സാറ് ഈ കാര്യങ്ങൾ പറഞ്ഞ് എൻ്റെ ബിസിനസ്സിലേക്ക് ഇറക്കാന്നുള്ളത്. അപ്പോൾ അവിടെ പോയ സമയത്ത് സാറിനെ പറ്റിയൊക്കെ പറഞ്ഞു, ഇപ്പം പ്ലാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ എന്നിട്ടും ബിസിനസ്സിൻ്റെ മൈൻഡ് വന്നിട്ടില്ല. കാരണം ഞാൻ ഒരു ടീച്ചറാണ്. അപ്പോൾ എൻ്റെ കൂടുതൽ ആൾക്കാരൊക്കെ ഷോപ്പ് ബേസ് വിൽക്കാൻ വന്നതിനെ കളിയാക്കും. പക്ഷെ ആ കൊറോണ വന്നപ്പോൾ എന്തായി, എല്ലാവരും വീട്ടിലായിപ്പോയി. എൻ്റെ കൂടെ വർക്കൗട്ട് ചെയ്തിരുന്ന കുട്ടികളൊക്കെ 20 കിലോ വെച്ച് കൂടി. അത് കല്യാണം പോലും കഴിയാത്ത ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികൾ കൂടി. പക്ഷെ ഞാൻ ഈ ഉൽപ്പന്നം 95 ബ്ലഡ് പ്യൂരിഫയർ, ഡെയിലി ഡിറ്റോക്സ്, അതെൻ്റെ ബോഡി വെയിറ്റ്, ഞാൻ 72 കിലോഗ്രാം വിഭാഗത്തിൽ മത്സരിച്ച ആളാണ്. അപ്പോൾ ആ സമയത്ത് കൊറോണ ഒരു വർക്കൗട്ടും ചെയ്യാനായിട്ട് പോലും എൻ്റെ ബോഡി വെയിറ്റ് എനിക്ക് 69 കിലോയിലേക്ക് കുറയ്ക്കാനാണ് സഹായിച്ചത്. അപ്പോൾ അതിന് ഉപയോഗിച്ച ഒരു ഉൽപ്പന്നമായിരുന്നു ഡെയിലി ഡിറ്റോക്സ്. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ വരുന്നതാണ്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് സ്ലൈഡുകളുടെ ഒരു പൂരാണ് കേട്ടോ. അത് ആരാണ് ഇതിന് മാസ്റ്റർ ബ്രെയിൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരുമല്ല, 8ാം ക്ലാസ് വരെ മാത്രം പഠിച്ചിട്ടുള്ള സോമകുമാർ സാർ. പക്ഷേ അതിൽ ഒരു സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ അത്ഭുതം തോന്നി. ഞാൻ ഇതിനെ കുറെ ചെയ്യാൻ നോക്കും, പക്ഷെ ഞാൻ എൻ്റെ കണ്ടന്റ് മാത്രം ചിലപ്പോൾ സാറിന് കൊടുക്കുള്ളൂ. അത് ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ വരുന്നുള്ളതൊക്കെ ഇനി കാണാൻ പോകുന്നതില്ല.